ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഞാൻ എൻ്റെ മോളുടെ ഡ്രസ്സും അതുപോലെ തന്നെ കുറച്ച് ആക്സസറീസും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന വീഡിയോ ആണ്. ഇതാണ് ആളുടെ വാർഡ്രോബിൻ്റെ ഒരു ബിഫോർ ലുക്ക്. അപ്പോൾ വാർഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് ഞാൻ മോളുടെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കൽ. അപ്പോൾ ഈ ഒരു സൈഡ് 2 സെക്ഷനായിട്ടാണ് വരുന്നത്. ഈ താഴത്തെ ഏരിയയിൽ ഞാൻ കുറച്ച് ഹെവി ആയിട്ടുള്ള നെറ്റിൻ്റെ ഫ്രോക്കും അതുപോലെ തന്നെ കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സും ഒക്കെയാണ് മടക്കി വെച്ചിരുന്നത്. ഇതിങ്ങനെ മടക്കി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒക്കെ പോകാനായിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ അതിന് മുകളിലും താഴെ ഇരിക്കുന്ന ഡ്രസ്സും എല്ലാം കൂടെ താഴേക്ക് വന്ന് വീഴുമായിരുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഡ്രസ്സും അതുപോലെ തന്നെ താഴെ ഇരിക്കുന്ന ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റാം. താഴത്തെ ബാഗിൽ ഞാൻ എപ്പോഴും എടുക്കാത്ത കുറച്ച് സാധനങ്ങളാണ് ഇട്ട് വെച്ചിരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ആദ്യം തന്നെ മാറ്റുന്നുണ്ട്. ഇനി ഞാൻ താഴെ ഒരു പേപ്പർ വിരിച്ചിട്ടുണ്ടായിരുന്നു പൊടിയൊന്നും ആവാതിരിക്കാനായിട്ട്. അപ്പോൾ ആ പേപ്പർ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പേപ്പർ ഇട്ടുകൊണ്ട് തന്നെ വലിയ പൊടിയൊന്നും ഇല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. വലിയ ഡ്രസ്സുകളൊക്കെ തന്നെ ഞാൻ ഈ ഒരു സെക്ഷനിൽ ഹാങ് ചെയ്തിടാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. കുറച്ച് ഹാങ്ങേഴ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട്. അപ്പോൾ വലിയ ഡ്രസ്സുകളൊക്കെ തന്നെ ഞാനിവിടെ ഹാങ് ചെയ്തിടുകയാണ്. ഇങ്ങനെ നമ്മൾ ഹാങ് ചെയ്തിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് എവിടെയെങ്കിലും പോകുമ്പം ഡ്രസ്സ് വേഗത്തിലെടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ മടക്കോ ചുളിവോ ഒന്നും ഇല്ലാണ്ട് നമ്മുടെ വാർഡ്രോബിൽ ഡ്രസ്സ് അറേഞ്ച് ചെയ്ത് വെക്കാനും പറ്റും. അപ്പോൾ ഞാൻ ഹാങ് ചെയ്തിടാനുള്ളതെല്ലാം ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇനി അപ്പോൾ നമുക്ക് മുകളിലത്തെ ഏരിയ ആണ് അറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുകളിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ്. ആ ബോക്സിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം തന്നെ മോൾക്ക് ഇപ്പോൾ സൈസ് അല്ലാത്ത കുറച്ച് ഡ്രസ്സുകളാണ്. അതായത് കുറച്ച് വലിയ സൈസിലുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് പൊടിയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബോക്സിലിട്ട് വെച്ചേക്കുകയാണ്. പിന്നെ ആ സൈഡിലിരിക്കുന്ന ഡ്രസ്സും ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. അവിടെയും ഞാൻ താഴെ ഒരു പേപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഞാൻ റിമൂവ് ചെയ്യണുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ താഴെ നിന്ന് എടുത്ത ബാഗില്ലേ, ആ ബാഗിലെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഞാൻ ഈ ഡ്രസ്സൊക്കെ തന്നെ അതിലേക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ വെക്കാനായിട്ട് ഞാൻ എൻ്റെ ഓർഗനൈസർ വാങ്ങാനുണ്ട്. അപ്പോൾ തൽക്കാലത്തേക്കിന് ഈ ബാഗിലിട്ട് വെക്കുകയാണ്. ആ ബാഗ് ഞാൻ നേരത്തെ ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വെക്കുന്നത്. അതുപോലെ നേരത്തെ എടുത്ത ബോക്സുകളും ഞാൻ ആ പഴയ സ്ഥലത്ത് തന്നെ വെക്കുകയാണ്. മോളുടെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ചെറിയൊരു ബോക്സ് എടുത്തിട്ട് അതിലാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇനി മോളുടെ കുറച്ച് കുഞ്ഞി ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ഇതേപോലെ ചെറിയൊരു ടിന്നിലിട്ട് വെക്കുകയാണ്. മറ്റേ ബോക്സിൻ്റെ കൂടെ ഇട്ടാൽ കാണില്ല, കാരണം സൈസ് ഒത്തിരി ചെറുതായതുകൊണ്ട് തന്നെ ഞാനിത് സെപ്പറേറ്റ് ആയിട്ടാണ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഇനിയുള്ളത് കുറച്ച് ഹെയർ ബോയും അതുപോലെ തന്നെ ഹെയർ ബാൻഡും ആണ്. അതും ഞാൻ ഇതേപോലെ ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലാണ് അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. ഇനി ഈ ബോക്സുകളും ബാസ്ക്കറ്റും ഒക്കെ തന്നെ നമുക്ക് മേലെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ വെക്കുന്നത് മോളുടെ മെഡിസിൻസും അതുപോലെ തന്നെ തോനെയും യൂസ് ചെയ്യാത്ത കുറച്ച് സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുള്ളൊരു ബോക്സാണ്. ഇനി ലാസ്റ്റ് ഞാൻ മോളുടെ തോനെയും യൂസ് ചെയ്യാത്ത കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ മേലെ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വാർഡ്രോബ് ഓർഗനൈസേഷൻ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കിനും ബൈ.